നോക്കൂ, നമ്മുടെ നേതാവായ മൂസ നബി അലൈഹി ഇസ്ലാമിന് തൗറാത്ത് കൊടുക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ മഹാഗ്രന്ഥം അള്ളാഹു സുബ്ഹാനഹു വ തആല വാനലോകത്തിൽ നിന്നിട്ട് അവന് വേണ്ടി തയ്യാർ ചെയ്തിട്ട് ഇറക്കുന്ന ഗ്രന്ഥം, അവന് വേണ്ടി അള്ളാഹിന്റെ കലാമായ ആ തൗറാത്തിൽ ഉൾക്കൊള്ളുന്നതായ ആ തത്വങ്ങളെ ഭൂമിയിലേക്ക് ഇറക്കാൻ വേണ്ടി തീരുമാനിച്ചിറങ്ങാം. ആ രംഗത്തിൽ മഹാനായ മൂസയോട് അലൈഹിസ്സലാം വരാൻ കൽപ്പിച്ചു. അങ്ങനെ മഹാനായ മൂസ നബി അലൈഹിസ്സലാം കൽപ്പിക്കപ്പെട്ട ആ വാഗ്ദാനം അനുസരിച്ച് ഒരുങ്ങി തയ്യാറെടുത്തു. അവരുടെ സമൂഹത്തോടുകൂടി പോകുമ്പോൾ മഹാനായ മൂസ നബി അലൈഹിസ്സലാം മുൻപന്തിയിൽ. അവരൊക്കെ എവിടെയോ ഉണ്ട്, എത്തിയിട്ടില്ല, വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്, പതുക്കെ പതുക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് അള്ളാഹ് ചോദിച്ചു, മാ അജലക അൻ ഖൗമിക യാ മൂസ, സമൂഹം എത്തുന്നതിന് മുമ്പ് നിങ്ങൾ എന്തേ ധൃതി കൂട്ടി വന്നത്? താല മഹാനായ മൂസ പറയുകയുണ്ടായി, ഹും ഊലായി അലാ ഇസ്രി, എന്റെ ബേക്കിലുണ്ട് റബ്ബേ, അവർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് റബ്ബേ, പക്ഷേ അജിൽതു ഇലൈക റബ്ബി ലിതർള, നിന്നിലേക്ക് നിന്റെ അനുഗ്രഹീത ഗ്രന്ഥത്തെ വാങ്ങാൻ വേണ്ടി പെട്ടെന്ന് വരണം എന്ന നിർബന്ധം എനിക്കുണ്ടായി. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എത്തിയതാണ് റബ്ബേ എന്ന് മഹാനായ മൂസ നബി അലൈഹി ഇസ്ലാം പറയുകയുണ്ടായി എന്നാണ്. അതെ, നാം എന്ത് വേണം? മുൻപന്തിയിലേക്ക് എത്താൻ വേണ്ടി, ധൃതി കൂട്ടി എത്താൻ വേണ്ടി പാടുപെടണം നന്മ ചെയ്യുന്ന കാര്യത്തിൽ എന്നതാണ് പറഞ്ഞു വന്നത്. അതെ, ഇവിടെ വഖഫിനെ കുറിച്ച് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായിട്ട് വഖഫ് ചെയ്തിട്ടുണ്ട്. അത് എന്തിനു വേണ്ടിയാണ്? മുഹൈരീഖ് എന്ന ഒരു യഹൂദി വന്നിട്ട് ഉഹദ് പോർക്കളത്തിൽ അദ്ദേഹം ജൂതന്മാരുടെ കൂട്ടത്തിൽ ദേശത്തിന് വേണ്ടി പോരാടിയതായിരിക്കാം, അല്ലാഹു അഅലം, നമുക്കറിയുകയില്ല. ഏതായാലും അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് മുസ്ലിങ്ങളുടെ അണിയിൽ നിന്നുകൊണ്ട് പോരാടാൻ തീരുമാനിച്ചു. അങ്ങനെ മുഹൈരീഖ് ഖൈറു യഹൂദ്, യഹൂദികളിൽ ഉത്തമനാണ് മുഹൈരീഖ് എന്ന് റസൂൽ പ്രഖ്യാപിക്കുകയും ചെയ്തു. ആ വ്യക്തി വന്ന സന്ദർഭത്തിൽ, ഈ പോരാട്ടത്തിൽ ഞാൻ മരിച്ചാൽ എന്റെ 7ഓളം ഭൂമികളുണ്ട്, തോട്ടങ്ങളുണ്ട്, ആ തോട്ടങ്ങളെ വഖഫ് ചെയ്യണം, ഇത് അള്ളാന്റെ വഴിയിലാക്കി മാറ്റണം എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണ് മുഹൈരീഖിന്റെ തോട്ടങ്ങളെ ആദ്യമായിട്ട് വഖഫ് ചെയ്തത് ഇസ്ലാമിന് വേണ്ടി. അതുപോലെ ഇസ്ലാമിന് വേണ്ടി ആരെല്ലാം എന്തെല്ലാം മുൻപന്തി ചെയ്യുന്നു, അല്ലെങ്കിൽ ജനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തെ മറന്നുപോയിട്ടുണ്ടെങ്കിൽ അതിനെ വീണ്ടും പുതുതായി ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെയുള്ളതായ വ്യക്തിക്ക് എന്തുണ്ട്? അതിനുശേഷം ചെയ്യുന്നവരുടെ എല്ലാം പ്രതിഫലം ലഭിച്ചുകൊണ്ടേയിരിക്കും എന്നാണ്.